ഇന്ന് രാവിലെ മെക്സവൺ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയുണ്ടായി. മലപ്പുറത്ത് ചേളാരിയിലാണ് പങ്കെടുത്തത്. മെക്സവൺ വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി പരത്തുന്ന വലിയ രീതിയിലുള്ള വർഗീയപരമായ വിദ്വേഷമുണ്ട്. ആ വിദ്വേഷത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത് വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കാൻ പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ മലപ്പുറത്ത് ചേളാരിയിൽ ആ മെക്സവൺ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ജാതി മത വർണ്ണ രാഷ്ട്രീയ വിവേചനമില്ലാതെയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. CPMൻ്റെ ബ്രാഞ്ച് ഭാരവാഹികളും NCPയുടെയും INLൻ്റെയും സംസ്ഥാന നേതാക്കന്മാരും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ ആളുകൾ ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ വ്യായാമ കൂട്ടായ്മ നടത്തിയിരുന്നത് മാലയിട്ട് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനെ വർഗീയപരമായി ചിത്രീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇത് അദ്ദേഹം ആദ്യമായി ചെയ്യുന്നതല്ല. അദ്ദേഹം ഇതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാർ പോയി. അപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചാണ് എന്തിനാണ് മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കാർ പോകുന്നത്. അന്ന് പാർട്ടി ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൊട്ടേഷനാണ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കൊലപാതകത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇതേ P മോഹനൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു വർഗീയപരമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ കാഫിർ സ്ക്രീൻഷോട്ട് ഇവർ ആരോപിക്കപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവായ കാസിം അല്ല ഉണ്ടാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരളത്തിന്റെ പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാണ് പിന്നെ ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ്. പക്ഷെ ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ P മോഹനന്റെ വീടിനകത്തേക്ക് അന്വേഷണം ചെല്ലുകയും പ്രതികൾ വീടിന്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതായിട്ടാണ് ഇപ്പോൾ ഈ മെക്സവണുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ മെക്സവൺ വിവാദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ആയുധ പരിശീലനം പോലത്തെ ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഈ ആയുധ പരിശീലനം പോലെയുള്ള ഈ വ്യായാമ കൂട്ടായ്മ നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം RSSന്റെ ശാഖകളിൽ ദണ്ട് പിടിച്ചു നടത്തുന്ന ആയുധ പരിശീലനമൊന്നും ബഹുമാനപ്പെട്ട P മോഹനൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ കേരളത്തിലെ മോഹൻ ഭാഗവത് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. കാരണം മോഹൻ ഭാഗവതിന്റെ സ്വഭാവവും മോഹൻ ഭാഗവതിന്റെ ഭാഷയുമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ P മോഹനന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രമേൽ വർഗീയപരമായ പരാമർശമാണ് P മോഹനന്റെ ഭാഗത്ത് നിന്ന് വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ഈ മെക്സവൺ ഇവിടെ വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബേപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ശ്രീ P മോഹനൻ പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവൃത്തിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ നേതാവാണോ എന്നത് ശ്രീ P മോഹനൻ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ വ്യക്തമാണ് ഈ നാടിനെ വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട് ഒരു വലിയ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തി RSSന്റെ കോട്ടിലേക്ക് ഈ ബോൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ മുതൽ സംഘപരിവാർ ഹാൻഡിലുകൾ നടത്തുന്ന പ്രചരണം എന്താണ്? പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ വലിയ ആയുധ പരിശീലനം നടത്തുന്നു, അതിന്റെ പേരാണ് മെക്സവൺ എന്നാണ് സംഘപരിവാറിന്റെ ദേശീയ ഹാൻഡിലുകൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. അത് ഏറ്റെടുത്തിരിക്കുന്ന അമിത് മാളവിയാണ്. എന്ന് പറഞ്ഞാൽ CPM ഇപ്പോൾ മലക്കം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബോൾ എടുത്ത് RSSന്റെ കോട്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇനി ഞങ്ങൾ കളിക്കാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ P മോഹനൻ ചെയ്തത്. P മോഹനനും കുടുംബവും RSSന്റെ സ്പൈയിങ് ഏജന്റ് ആണോ എന്ന് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട്. അടുത്ത കാലത്തെ സംഭവ വികാസങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ P മോഹനൻ ഇവിടെ നിരുപാധികം മാപ്പപേക്ഷിച്ച് ഈ വിഷയത്തിൽ മാപ്പപേക്ഷിക്കേണ്ടതാണ്. മെക്സവൺ എന്ന് പറയുന്ന ആ വ്യായാമ കൂട്ടായ്മ അത് ജാതി മത വർഗ രാഷ്ട്രീയ വിവേചനമില്ലാതെ നടത്തുന്നു എന്നാണ്. അത് പ്രോത്സാഹിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. ഇല്ലെങ്കിൽ ഈ ഞാൻ മുകളിൽ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ RSSന് ഫേവർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ശ്രീ P മോഹനൻ നടത്തുന്നത്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ ആർക്കാണ് ഇതിന്റെ ആത്യന്തികമായ ഗുണം കിട്ടിയത്? ആത്യന്തികമായ ഗുണം ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് വർഗീയത പറയാനുണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ ഈ മെക്സവൺ ആരോപണത്തിൽ
മെക്സവണിൽ നിന്ന് ഇപ്പോൾ CPM പിറകോട്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ആരോപണം തുടക്കം കുറിച്ച് ആർക്കാണ് ഇതിന്റെ വലിയ പ്രചരണം നടത്താൻ അവസരം കൊടുത്തത്? അത് RSSനും BJPക്കും അല്ലേ? BJP RSSും കഴിഞ്ഞ ദിവസം മുതൽ കേരളം മുഴുവൻ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെയാണ്, വലിയ രീതിയിലുള്ള വ്യായാമ കൂട്ടായ്മയാണ്, അവർ ആയുധ പരിശീലനം നടത്തുന്നതിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് പി മോഹനന്റെ ഓരോ വാക്കും RSSന്റെ വാക്കായിട്ടാണ് കാണപ്പെടുന്നത്. RSSന്റെ സ്പീക്കറായിട്ടാണ് പി മോഹനൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി ഇത്രമേൽ വർഗീയപരമായി അധപ്പതിച്ചതിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പി മോഹനനും കുടുംബവും RSSന്റെ സ്പൈയിങ് ഏജന്റുമാരാണോ എന്നത് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട്. അത് CPM വ്യക്തമാക്കേണ്ടതുണ്ട്. ആദ്യം ഇത് പറഞ്ഞത് ഈ കാന്തൂർ വിഭാഗത്തിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിൽ പിന്നിൽ. അപ്പൊ അവർക്കും തെറ്റ് പറ്റിയതാണോ? അല്ല, ഇത് സാമുദായികപരമായി അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മറ്റൊന്നാണ്. അവർ വർഗീയപരമായ ഒരു വിഷയമല്ല അവർ ഉന്നയിക്കുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തവും സംബന്ധിച്ച്, അത് പൊതുവിടങ്ങളിൽ സംബന്ധിച്ച്, അതിന് സമുദായത്തിനും അവരുടെ മതപരമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ പറയുന്നത് അത് വേറെ ഒരു വിഷയമാണ്. ഈ വിഷയം അതല്ല എന്ന്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. എന്താണ്? ഇതൊരു ആയുധ പരിശീലനം നടക്കുകയാണ്. ഇത് പോപ്പുലർ ഫ്രണ്ട് ഒരു വലിയ വർഗീയമായ ആയുധ പരിശീലനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതും ഇതും വേറെയാണ്. ആ വർഗീയതയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അത് ഇപ്പൊ CPM പിറകിട്ട് പോയല്ലോ. ഇന്നലെ ശ്രീ പി മോഹനൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് RSSന് വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രചരണം നടത്താനുള്ള അവസരം പി മോഹൻ ഉണ്ടാക്കി കൊടുത്തത്? അങ്ങനെയാണെന്നെങ്കിൽ ശ്രീ പി മോഹനൻ പറയണ്ടേ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു, കാരണം ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഞാൻ അതല്ല പറഞ്ഞത്, മെക്സവൺ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറയണ്ടേ. പക്ഷെ അദ്ദേഹം അത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ RSSന്റെ നാവായിട്ടാണ്, RSSന് മുന്നേ വർഗീയത പറയുന്ന ആളായിട്ടാണ് ശ്രീ പി മോഹനൻ കരുതപ്പെടുന്നത്. നാഗ്പൂരിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രമേൽ വർഗീയത എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്? CPM കൂട്ടായി തീരുമാനിച്ചാണോ അതോ ഈ പി മോഹൻ എന്ന് പറയുന്ന ആൾ മാത്രമാണോ? അല്ല, അത് നമുക്കറിയില്ല. അത് CPMന്റെ സംസ്ഥാന നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസിനെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ. മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ കത്തുകൾ കൊടുത്തു ഇത് വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിന്റെ അപ്പോൾ തന്നെയാണ് ശ്രീ പി മോഹനൻ പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയാണെന്ന്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടാണോ പി മോഹനൻ കാണുന്നത്? അപ്പൊ പി മോഹനന്റെ കുറെ കാലമായിട്ടുള്ള പ്രവൃത്തി, അത് കാഫിർ സ്ക്രീൻഷോട്ട് ആയാലും TP ചന്ദ്രശേഖരൻ വധക്കേസിനെ തുടർന്നുള്ള മാഷാ അള്ളാ സ്റ്റിക്കർ ആണെങ്കിലും ഇപ്പോൾ മെക്സവൺ ആണെങ്കിലും പി മോഹനന്റെ നിലപാടുകൾ എപ്പോഴും സംഘപരിവാർ നിലപാടുകളാണ്. ആ സംഘപരിവാർ നിലപാടുകൾ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പി മോഹനന്റെ നിലപാട് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണോ എന്നത് അവരാണ് വ്യക്തമാക്കേണ്ടത്, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ. കാരണം ഇവിടെ സംഘടനാപരമായ പ്രശ്നങ്ങളുടെ ഭാഗം കൂടിയാണ്. കാരണം പല വിഷയങ്ങളിലും റിയാസും മോഹൻ മാഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിലടക്കം രണ്ട് ഭിന്ന അഭിപ്രായം ഉണ്ടാകും. സ്വാഭാവികമായും സംഘടനാ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഘടനാ പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാണ്. അല്ല, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. കാരണം ശ്രീ മുഹമ്മദ് റിയാസിനെ ഒരു മുസ്ലിം നാമധാരിയും മുസ്ലിം ഒരു എക്സ്ട്രീമിസത്തിന്റെ ഭാഗമാക്കി നിർത്താൻ ശ്രീ പി മോഹനൻ ശ്രമിക്കുന്നുവെന്ന് CPMന്റെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരുടെ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഔദ്യോഗികമായി ഓൺ ചെയ്യുന്നില്ല, അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ്. എന്ത് വന്നാൽ തന്നെയും ഒരു പാർട്ടി ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ വർഗീയതയാണോ വേദിയാക്കേണ്ടത്? ആ വർഗീയ പരാമർശം കൊണ്ട് അവരുടെ ഉൾപാർട്ടി വിഷയത്തിൽ പാർട്ടി പിടിക്കാനും ഘടകം പിടിക്കാനും സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടിയിട്ട് അടികൂടുന്നുണ്ടെങ്കിൽ അത് അവിടെ കൂടിയാൽ പോരെ. എന്തിനാണ് നാട്ടിൽ ഈ ചേരിതിരിവ് ഉണ്ടാക്കുന്നത്? അവർക്ക് റിയാസ് വേണോ അല്ലെങ്കിൽ പി മോഹനൻ വേണോ അല്ലെങ്കിൽ മറ്റൊരാൾ വേണമോ എന്നുള്ളത് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചാൽ പോരെ. നാട്ടിലെന്തിനാണ് ഒരു വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കി ഇവിടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? ഇത് കാരണം നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇന്നലെ മുതലുള്ള ഒരു ദേശീയ സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം ശ്രദ്ധിക്കണം. അവർ ഇത് കേരളത്തിനെതിരെയുള്ള വലിയ ക്യാമ്പയിനായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഏതോ മെക്സവൺ എന്ന് പറഞ്ഞ് വലിയൊരു ആയുധ പരിശീലനം നടത്തി ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുടെ വലിയ രീതിയിലുള്ള ഒരു സംഘം ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നുവെന്നും അത് ഇവിടെ നാളെ വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അപ്പൊ ഈ പ്രചരണം നടത്താൻ വേദി ഒരുക്കി കൊടുക്കുന്നത് ശ്രീ പി മോഹനല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ പാർട്ടിയിലെ ഒരു വിഭാഗീയതയുടെ പേരിൽ മുഹമ്മദ് റിയാസിനെ വീഴ്പ്പെടുത്തുന്നതാണെങ്കിലും സംഘപരിവാറിന്റെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതാണെങ്കിലും നാട്ടിൽ കലാപാന്തരീക്ഷവും വർഗീയമായ ചേരിതിരിവാണ് ഉണ്ടാക്കുന്നത്. അത് അനുവദിക്കപ്പെടുന്നതല്ല. ഈ മതതീവ്രവാദികളെ ഭയന്ന് അദ്ദേഹം പിന്മാറിയെന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. അത് യുവമോർച്ചയും ഒപ്പം തന്നെ BJP ഒക്കെ ആരോപിക്കുന്നുണ്ട്. പി മോഹന്റെ പിന്മാറ്റം മതതീവ്രവാദികളെ ഭയന്നാണ്. അല്ല, BJPക്ക് ഇപ്പോൾ സാധാരണ ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയ്ക്ക് ഒരു സ്കോപ്പ് കിട്ടുമെങ്കിൽ ആദ്യം ഇടപെടേണ്ട സംഘടന BJPയും RSSുമാണ്. BJPക്ക് പോലും സ്കോപ്പില്ലാത്ത ഒരു വിഷയത്തിൽ, RSSന് പോലും ഒരു ഓപ്പർച്യൂണിറ്റി കാണാത്ത ഒരു വിഷയത്തിലാണ് പി മോഹനൻ കയറി അഭിപ്രായം പറഞ്ഞ് ഇതിൽ വർഗീയത കണ്ടത്.
അപ്പോൾ ഇദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ആ നാവായി പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ്. ശ്രീ പി മോഹനൻ ഈ വിഷയം എടുത്ത് മുഖ്യധാര ഇപ്പോൾ BJP പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു വർഗീയതയുണ്ടെന്ന് നാട്ടുകാർക്ക് ഏകദേശം മനസ്സിലാവും. കാരണം BJP ആണ് പറഞ്ഞത്. ഇപ്പോൾ പി മോഹനൻ എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ നാവിലൂടെ അത് പുറത്തു വരുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉറപ്പായും സാധിക്കും. അത് സംഘപരിവാറിന്റെ ബുദ്ധിയാണ്. പി മോഹനൻ ഇത് പറഞ്ഞ് അദ്ദേഹം ആ കളിക്കളത്തിൽ നിന്ന് മാറി. പക്ഷെ ആ കളിക്കളത്തിൽ ഇപ്പോൾ ഫോർവേഡായി ബോൾ തട്ടാൻ നിൽക്കുന്നത് RSSും BJP ആണ്. ആ ബോൾ പാസ് ചെയ്തത് പി മോഹനനാണ്. അത് സംഘപരിവാറിന്റെ കോച്ചിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കാലങ്ങളായി ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ്, കാഫിർ സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ഈ വിഷയം, ഇതിനകത്തൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാട് തീർച്ചയായിട്ടും വർഗീയപരമാണ്. ഇല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തേണ്ട എന്ത് സാഹചര്യമായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നത്? വടകരയിൽ ആ വിഷയം ഉയർത്തി കഴിഞ്ഞിട്ട് മറ്റുണ്ടായ വിഷയങ്ങൾ നമുക്കറിയില്ലേ? ശ്രീ ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ ആണ്, എന്തൊക്കെ തരത്തിലുള്ള ആരോപണമാണ്. അവസാനം കേരളത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് റിപ്പോർട്ട് കൊടുത്തത് എന്താണ്? ഇത് ചെയ്തത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഒരു സംശയവും വേണ്ട. ഈ അന്വേഷണം ചെന്നാൽ പി മോഹനന്റെ വീടിന്റെ കട്ടിലിന്റെ താഴെ പ്രതി ഉണ്ടാവും. അത് ഞങ്ങൾക്കും അറിയാം. കട്ടിലിന്റെ താഴെയാണ് പ്രതി ഉണ്ടായത്. ഇതിന്റെ ഉപജ്ഞാതാവ് ഇരിക്കുന്നത് പി മോഹനന്റെ വീട്ടിലാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരായ വണ്ണം അന്വേഷണം നടന്നാൽ പി മോഹനന്റെ കുടുംബം ഇതിനകത്ത് പ്രതിയാവും. അവിടെ നിന്നാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഈ നാടിനെ വർഗീയമായി ചെയ്തു തിരിച്ചുകൊണ്ട് മലബാർ മേഖലയിൽ ഒരു ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കാനാണ് പി മോഹനൻ ശ്രമിക്കുന്നത്. അത് RSSന്റെ അജണ്ടയാണ്. RSSന്റെ ചട്ടുകമായിട്ടാണ് പി മോഹനൻ പ്രവർത്തിക്കുന്നത്. അല്ല, യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് CPM-ൽ നിന്ന് SFIയുടെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ അലി അക്ബർ അദ്ദേഹം പാർട്ടി വിട്ടുവന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം മെക്സോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ മലപ്പുറത്ത് നിന്നുള്ള കോൺഗ്രസിന്റെ MLA ശ്രീ AP അനിൽകുമാർ ഇതിൽ പങ്കെടുക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കും. ഞാൻ ഇന്ന് അതിൽ പങ്കെടുത്തത് വളരെ കൃത്യമായി, ജിമ്മിൽ പോയവർക്കറിയാം അതിൻ്റെ വാമപ്പിനുള്ള ആദ്യത്തെ 20 മിനിറ്റാണ് അതിൻ്റെ എക്സസൈസ്. യോഗ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ എയറോബിക് എക്സസൈസ് ഉൾപ്പെടെ ആദ്യത്തെ 20 മിനിറ്റ് വാമപ്പ് എക്സസൈസ് മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിലുപരി രാവിലെ ഒരു കൂട്ടായ്മയും ഒരു സൗഹൃദവും അവിടെ നടക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു നാട്ടും പുറത്ത് ഒരു ആരോഗ്യ സമ്പൂർണമായ കേരളത്തിലേക്ക് നമ്മൾ നടന്നടക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട കൂട്ടായ്മകളാണ്. അത് മെക്സവന്റെ പേരിലാകാം, മറ്റു പല പേരുകളിലും ആവാം. ആ കൂട്ടായ്മകളെ നാട്ടിൽ 4 പേര് എവിടെ ക്ലബ്ബ് ഉണ്ടാക്കിയാലും 4 ചെറുപ്പക്കാർ എവിടെ കൂടിയാലും അപ്പം CPM-ന് ചൊറിച്ചിൽ തുടങ്ങും. അത് ഞങ്ങൾക്കറിയാം. അത് കാലങ്ങളായിട്ടുള്ളതാണ്. നാട്ടിലൊരു ക്ലബ്ബ് തുടങ്ങിയാൽ ക്ലബിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതായിരിക്കും CPM കാലങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കാണുമ്പോൾ CPM-ന് സ്വാഭാവികമായ അസ്വസ്ഥതയാണ് ഉണ്ടായത്. ആ അസ്വസ്ഥതയുടെ ഭാഗമാണ് ഇതും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിച്ചു പോകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാൽ ശ്രീ പി മോഹൻ ഒരു പരാതി ആഭ്യന്തര വകുപ്പിന് കൊടുക്കട്ടെ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇതേവരെ പരസ്യമായി RSSന് അടിയറ വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രഹസ്യമായി പിണറായി വിജയൻ നാഗ്പൂരിലെ ആഭ്യന്തരമന്ത്രി ആണെങ്കിലും പരസ്യമായി ഇതേവരെ BJP-കാരനെ കസേരയിൽ കയറിയിരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ പി മോഹന്റെ നേതാവായ പിണറായി വിജയന് നേരിട്ടൊരു കത്ത് കൊടുത്തിട്ട് ഇതിന്മേലൊരു അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടാമല്ലോ. ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിലെ പോലീസിനകത്തുണ്ടെങ്കിൽ ആ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് പുറത്തുവിടാമല്ലോ. ഇതൊന്നും ചെയ്യാതെ കേരളത്തിലെ പോലീസ് ഇവരുടെ കയ്യിലിരിക്കുന്നു, എല്ലാ അന്വേഷണ സംഘങ്ങളും ഇവരുടെ കയ്യിലിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ ഇവർ തയ്യാറാകുന്നില്ല, പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ചുമ്മാ എയറിൽ വന്ന് ഏതെങ്കിലും 4 ആരോപണം ഉന്നയിച്ചിട്ട് പോയാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുക്കട്ടെ, ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് ചിന്തകൾ ഉണ്ടെങ്കിൽ അത് നീക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കാണുമ്പോൾ മറ്റൊരു തരത്തിലുള്ള വർഗ രാഷ്ട്രീയ മറ്റൊരു ജാതി മത ഒരു വിവേചനവും ഞങ്ങൾ കാണുന്നില്ല. ആ കാണലില്ലാത്തടത്തോളം കാലം ഞങ്ങൾ മെക്സവനെ പൂർണ്ണമായി പിന്തുണയ്ക്കും.